കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. പ്രിയമക്കളെ, ഞാൻ നിങ്ങളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? സംസാരലോകത്തിലെ ആരവങ്ങൾക്കിടയിൽ എൻ്റെ മൃദുല സ്വരം കേൾക്കുവാൻ അത്ര എളുപ്പമല്ല കേട്ടോ. എന്നെ കാണുവാനും കേൾക്കുവാനും നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യണം. എന്നേക്കാൾ അധികം മക്കൾ സ്നേഹിക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതുമൊക്കെ വിഗ്രഹങ്ങളാണ്. നിന്റെ ഹൃദയത്തിലെ ഭൗതിക വിഗ്രഹങ്ങൾ എന്നിൽ നിന്നും നിങ്ങളെ അകറ്റും. വിഗ്രഹാരാധനയുടെ തിരക്കിൽ എൻ്റെ ശബ്ദം കേൾക്കുവാൻ മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കേൾക്കാൻ കാതുകളെ ഒരുക്കുന്നവർക്ക് മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. മക്കൾ എന്നിൽ നിന്നും അകലുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെടും. എന്നിൽ നിന്നും നിന്നെ അകറ്റുന്ന ആസക്തികളാകുന്ന വിഗ്രഹങ്ങളെ നീ തിരിച്ചറിയണം. ഭൗതിക വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അധോലോകമാക്കും. അപ്പോൾ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും. മക്കളുടെ അന്ധകാര മനസ്സിലേക്ക് എൻ്റെ പ്രകാശം കടന്നു വരാൻ അനുവദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ എതിർവിഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവയോടുള്ള ആസക്തിയും അവയുടെ ആകർഷണവും ലഘൂകരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആന്തരിക ദേവാലയ ശുദ്ധീകരണത്തിന് ഞാൻ വരാം. ബന്ധനങ്ങൾ നീക്കാം, കെട്ടുകൾ അഴിക്കാം. ജഡത്തിലെ ആസക്തികളെ ദുർബലമാക്കാൻ ചിന്തകളിലും വികാരങ്ങളിലും മനോഭാവങ്ങളിലും വേരോടിയിരിക്കുന്ന ആസക്തികളുടെ ന്യൂറോ കെമിക്കൽ ബോണ്ടിങ് മക്കളെ ഞാൻ അടർത്തി മാറ്റാം. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മക്കൾക്ക് എല്ലാം ലഭിക്കും. വാരിക്കൂട്ടുന്ന ഭൗതിക സമ്പത്തും ശീലമാക്കുന്ന കെമിക്കൽ ആസക്തികളും സൈബർ അഡിക്ഷനും അധാർമിക തേരോട്ടങ്ങളുമൊക്കെ കാലപ്രവാഹത്തിൽ മക്കളെ നിസ്സഹായരും തടവുകാരും രോഗികളുമാക്കും. ദൈവത്തെയും കുടുംബത്തെയും ദാമ്പത്യ പങ്കാളിയെയും പണയം വെച്ച് ആസക്തികളുടെ പിറകെ ഓടി ഏദൻ തോട്ടം നശിപ്പിച്ചവരും നിരാശരായവരും അനവധിയാണ്. ഇവർക്ക് ജീവിതത്തിൻ്റെ അവസാനത്തിൽ വലിയൊരു തിരിച്ചറിവുണ്ടാകും. എന്താണത്? ആവശ്യമുള്ളത് 3 കാര്യങ്ങൾ മാത്രമായിരുന്നു: ലവ്, പീസ്, ഹാപ്പിനെസ്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഓർമ്മിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. സദൃശവാക്യം
19 അധ്യായം 21 മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു, പക്ഷേ നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. പ്രതിസന്ധികളിലൂടെയുള്ള യാത്രയിൽ വിടുതലും വിമോചനവും ലഭിക്കുവാൻ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഈ തിരുവചനങ്ങൾ നമ്മെ ശക്തരാക്കട്ടെ, ഉൾക്കാഴ്ച നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.